ഹായ്, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു അല്ലേ? വളരെ സംഭവബഹുലമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്നലത്തെ നമ്മുടെ ട്രേഡിൽ ഞാനാണെങ്കിൽ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വരച്ച് മലയാളത്തിൽ എഴുതി പോസ്റ്റ് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇവരൊക്കെ വാലും ചുരുട്ടി ഇവിടുന്ന് ഓടേണ്ടി വരും എന്ന് ഞാനിങ്ങനെ ഒരു മലയാളത്തിൽ എഴുതിയിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അതിനുശേഷം ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് 753 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി കാണാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു ഷോർട്ട് കവറിങ് റാലി കാരണം നമ്മുടെ FIs ഏകദേശം 88% ഷോർട്ട് പൊസിഷനാണ്. ഓക്കെ, അപ്പം അവർക്ക് മാക്സിമം കിട്ടാനുള്ളത് കിട്ടിയതിന് ശേഷം ഷോർട്ട് എക്സിറ്റ് ചെയ്തപ്പോഴാണ് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയത്. പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും അവർ ഷോർട്ട് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ടും തന്നെ വന്നു. ഇത് നമുക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കാണും, ഓരോരുത്തർക്കും അവിടെ ഇവിടെയൊക്കെ കുരു പൊട്ടി തുടങ്ങി. എന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം പലയിടത്തു നിന്നും പല കോണുകളിൽ നിന്നും നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും ഇൻബോക്സിലൊക്കെ ആയിട്ട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഓക്കെ, പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ആ വന്ന മെസ്സേജ് അതുപോലെ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളെടുത്ത് കളയുകയും ചെയ്തു. എങ്കിലും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊള്ളുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മളിനിയും വെക്കുന്ന ചുവടുകൾ ഓരോ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും കൃത്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച്. ധാരാളം മെസ്സേജുകൾ അതിനിങ്ങനെ ഇൻബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, മീൻസ് ഓരോരുത്തരുടെയും കമൻറ്റുകൾ. പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ലോകം, മനസ്സിലായില്ലേ? ഇതാണ് ലോകം. ഓക്കെ, അപ്പം ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ഇത് ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമ്മളിനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചർച്ച ചെയ്യുമ്പം അവർക്ക് പിന്നെ അതൊരു ഹരമായിട്ട് മാറും. അപ്പോൾ നമ്മളതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പലരും എന്നോട് അതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാറിന് ഇഗ്നോർ ചെയ്യുക, ആളെ ബ്ലോക്ക് ചെയ്യുക, ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ എടുത്ത് കളയുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അവരതിൻ്റെ പുറകെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. ഓക്കെ, നമ്മൾ അതിനൊക്കെ പറ്റിയ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അപ്പം അവരത് വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്തോളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. നമ്മളെന്തിനാ അത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വെറുതെ നമ്മൾ ടെൻഷനാകേണ്ട കാര്യമില്ല. അപ്പം മാർക്കറ്റ് ഇന്ന് എന്താണ്? ഈ ഡോട്ട് ലൈനാണ് 690 മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് അല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്ന് നമ്മളുടെ ഇന്നലത്തെ ക്ലോസിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് ആക്ഷൻസ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാമേ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് എക്സ്പയറി ഡേ ആണ് ഇല്ലേ? നമുക്ക് ഒത്തിരി നേരം പ്രീമിയം കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നല്ലപോലെ DK വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ടൈംലി മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വേണം മാറാൻ. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എന്താ സംഭവിച്ചത്. വലുതാക്കി കാണിക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് എവിടെയാണ്. ഇവിടെ ഒരു സെക്കൻഡ്, ഈ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. മാർക്കറ്റ് ഇവിടുന്ന് നേരെ നേരെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ ഗ്യാപ്പ് ഡൗൺ, ഏകദേശം 50-60 പോയിൻറ്റോളം നേരെ ഗ്യാപ്പ് ഡൗൺ വന്നു ഇല്ലേ? ഇന്നലത്തെ ക്ലോസിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. അവിടെ ആണെങ്കിൽ ഒരു ചെറിയ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു സാധനം ഉണ്ട് അവിടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആണെങ്കിൽ നമ്മൾക്ക് ഈ ഫസ്റ്റ് വീണ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്താണ് അടുത്തൊരു ക്യാൻഡിൽ വീണത്. പ്രൈസ് ആക്ഷനാണ് ഞാൻ പറയുന്നത്. ഇതിനെ എൻഗൾഫ് ചെയ്താണ്, ഫസ്റ്റ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത് ഇല്ലേ? അപ്പോൾ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലായി. എന്താ ട്രെൻഡ്? മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള ട്രെൻഡാണ്. പക്ഷേ നമുക്കൊരു എൻട്രി കിട്ടിയില്ല. വേണമെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ട്രേഡർ ഓൾറെഡി ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും. ഈ എൻഗൾഫ് കണ്ടുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ട്രേഡ് എടുക്കും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും, ഇച്ചിരി വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും.
പക്ഷെ അവർ എൻട്രി എടുത്ത് കാണുമായിരിക്കാം, കാണില്ലായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. നമുക്കൊരു സേഫ് ട്രേഡറിന് ഇവിടെ എൻട്രി ഇല്ല. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വീണത് വളരെ ബുള്ളിഷ് ഒരു ക്യാൻഡിലാണ്, ഇല്ലേ? ഒറ്റ ക്യാൻഡിൽ തന്നെ ഏകദേശം 667, ഒരു 50 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ് അടുത്ത വീണത്. അതിനുശേഷം മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോയി. എന്താണ് നമ്മൾ പറഞ്ഞ ലൈൻ, നമ്മൾ വരച്ച ലൈനൊക്കെ വളരെ കൃത്യമാണ്. 24,753 വന്ന് ടെസ്റ്റ് ചെയ്ത്, ഇല്ലേ? ടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് താഴെ വന്ന് ഒരു റീടെസ്റ്റ് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പണിംഗ് പോയിൻ്റാണ് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻ. അവിടെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും നേരെ തിരിച്ചുപോയി വീണ്ടും നമ്മുടെ ഈ ലൈൻ ടെസ്റ്റ് ചെയ്തു, ഇല്ലേ? ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു. ഈ റിജക്ഷൻ്റെ ട്രേഡ് എടുത്തവർക്ക് ഈ ഇവിടെ വരെ ഒരു ട്രേഡ് റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ നോക്കാം, ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് എപ്പോഴും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ക്വിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കണം. കാരണം എന്താ, ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ട്. ബിഗിനേഴ്സിനാണെങ്കിൽ ഇവിടെ ട്രേഡ് ഉണ്ട്. എങ്ങനെയാണ് ട്രേഡ്? ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് ഇല്ല, ഇല്ലേ? അതേസമയം നമ്മുടെ ലൈൻ വന്ന് ടെസ്റ്റ് ചെയ്തു, അവിടെ നിന്ന് റിജക്ഷൻ ക്യാൻഡിൽ, ഫസ്റ്റ് ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ ഗ്രീൻ ക്യാൻഡിൽ എന്താണ് അവിടെ റിജക്ഷൻ ചെറുതായി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഞാനൊന്ന് വലുതാക്കി കാണിക്കുക. കണ്ടോ? എന്നാൽ കൃത്യമായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കേ കൃത്യമായിട്ട് ഒരു റിജക്ഷൻ, ഇല്ലേ? ഒരു റിജക്ഷൻ ക്യാൻഡിൽ വീണു, ഇല്ലേ? നമ്മുടെ ലൈനിൽ തന്നെ. അതിനുശേഷം അടുത്തൊരു റെഡ് ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇട്ടുണ്ട് ഒരു ട്രേഡ് നോക്കാം. അങ്ങനെ കിട്ടിയെങ്കിൽ ട്രേഡ് എടുത്തവർക്ക് എന്ത് ചെയ്തു, സുന്ദരമായിട്ട് ഇവിടം വരെ ഒരു 50 പോയിൻറ്റ് സുന്ദരമായിട്ട് കിട്ടി. അത് ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ കിട്ടിയായിരിക്കും. പക്ഷേ ഹോൾഡിങ് ഭയങ്കര റിസ്ക്കിയാണ്. കാരണം എന്താണ്, ഇന്ന് പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട്. എനിവേ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടിക്കാണും, ഇല്ലേ? അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് ടെസ്റ്റ് ചെയ്ത് വീണ്ടും അവിടുന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്തു, ഇല്ലേ? റിവേഴ്സ് ചെയ്ത് വീണ്ടും ഇവിടെ നമ്മുടെ അതേ പോയിന്റ് വന്ന് റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ്, കറക്റ്റായിട്ട് വന്ന് അടുത്ത പോയിന്റിൽ വന്ന് നമ്മൾ വരച്ച പോയിന്റ് തന്നെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്, അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഈ ഗ്രീൻ ക്യാൻഡിൽ എന്താണ് സംഭവം, ഒരു ബുള്ളിഷ് മർബോസു പ്ലസ് എൻഗൾഫിംഗ് ആണ്, ഓൾമോസ്റ്റ് എൻഗൾഫിംഗ് ആണ്, ഇല്ലേ? ബുള്ളിഷ് മർബോസു പ്ലസ് എൻഗൾഫിംഗ് ആണ്. അപ്പോൾ എന്താണ്, ഒരു ഡബിൾ കൺഫർമേഷനാണ്, നമുക്കൊരു ട്രേഡിനുള്ള ഡബിൾ കൺഫർമേഷനാണ്, ഇല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ സീരീസ് നല്ലപോലെ കാണണം, പഠിക്കണം. നിങ്ങൾക്ക് പഠിച്ചെങ്കിൽ മാത്രം പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ ചാർട്ടുകൾ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റൂ. ഇനി ഈ പോയിന്റിൽ ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ റീട്രേസ്മെൻറ്റിലൂടെ ട്രേഡ് എടുക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ റീട്രേസ്മെൻറ്റ് മാർക്കറ്റിന് താഴോട്ട് വന്നതിന് ശേഷമാണ് മുകളിലോട്ട് പോയത്. എനിവേ എടുത്തില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ പോള് കണ്ടിട്ട് നല്ല വൃത്തിയായിട്ട് എല്ലാവരും നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നല്ല പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് ധാരാളം ആൾക്കാർ അയച്ചു തന്നു. ഓക്കെ, അപ്പം വഴക്ക് പറയാൻ നന്നാകുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ധാരാളം പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് അതിന് ശേഷം ഒരു സുന്ദരമായ ട്രേഡ് അവസാന നിമിഷം നമുക്ക് കിട്ടി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയില്ലെങ്കിലും ഇവിടെയൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിലും ട്രേഡിന് പെർഫെക്റ്റ് എൻട്രി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും വെരി പെർഫെക്റ്റ് എൻട്രി ഇതുണ്ടായിരുന്നു, ഇല്ലേ? വെരി പെർഫെക്റ്റ് എൻട്രി. എന്താണ് ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് നേരെ ബുള്ളിഷ് ഒരു ഷോർട്ട് കവറിങ് റാലി നടത്തി മാർക്കറ്റ് നേരെ പോയി നമ്മൾ വരച്ച ലൈൻ 24,892 ആ ലൈൻ വന്ന് ടെസ്റ്റ് ചെയ്തു. ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ആദ്യം, ഇല്ലേ? ഈ ലൈൻ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് റിജക്ഷൻ വന്നു, ഇല്ലേ? റിജക്ഷൻ വിത്ത് റെഡ് ക്യാൻഡിൽ. സുന്ദരമായിട്ടാണ് ഇവിടെ എസ് എൽ എടുക്കുന്നു, നമ്മളൊരു ട്രേഡ് എടുക്കുന്നു. ഇവിടെ ഒന്നും ചിന്തിക്കാനില്ല. ബിഗിനറിനാണെങ്കിലും എക്സ്പീരിയൻസ് ട്രേഡറിനാണെങ്കിലും സുന്ദരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ശരിയല്ലേ പറഞ്ഞേ, ഇല്ലേ? റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എസ് എൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് ട്രേഡ് എടുക്കാം. നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ളൊരു പ്രോഫിറ്റ്. അപ്പോൾ സുന്ദരമായിട്ടൊരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അത് എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം മോളോട്ട് പിടിക്കാൻ പറ്റിയവർക്ക് മോളോട്ട് ഒരു ചാൻസ് കിട്ടി, താഴോട്ട് കൺഫേംഡ് ട്രേഡായിട്ട് നിങ്ങൾക്ക് താഴോട്ട് ഒരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടി. നല്ലപോലെ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇന്ന് എത്ര പേര് പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, എത്ര പേരാണ്. ഞാൻ ഇങ്ങനെ നോക്കിക്കോട്ടെ നമ്മുടെ ട്രേഡ്. ഓക്കെ, 209 പേര് ഇന്ന് ട്രേഡ് എടുത്തു. 250 പേര് പ്രോഫിറ്റിലാണ് ഇന്ന് ഇറങ്ങിയത്. അതിൽ 32 പേർക്ക് 1000 രൂപയ്ക്ക് താഴെ മാത്രമേ ലോസ് ഉള്ളൂ. 18 പേർക്കാണ് 1000-നും 2000-നും ഇടയ്ക്ക് ലോസ്. 2000 രൂപയ്ക്ക് താഴെ 15 പേർക്ക് ലോസ്. മനസ്സിലായി? അപ്പോൾ 209 പേരെന്ന് വെച്ചാൽ നല്ല അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഓക്കെ, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ
നിങ്ങളുടെ എസ് എൽ മാക്സിമം നിങ്ങൾ കുറയ്ക്കാൻ തുടങ്ങി. നിങ്ങളുടെ നഷ്ട സാധ്യതകൾ നിങ്ങൾ എസ് എൽ വെച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. സന്തോഷം, ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നത്. നമ്മുടെ പുറകെ ആൾക്കാർ പുറകെ കൂടുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും. 10 പേര് രക്ഷപ്പെട്ട് പോകുന്നെങ്കിൽ അതിന് കണ്ണുകടിയുള്ള ടീംസാണല്ലോ നമ്മുടെ മലയാളികൾ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എവിടെയാണെങ്കിലും ഉണ്ട് ആൾക്കാർ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മളിതിനെയൊക്കെ അവഗണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പുറകെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും ഇതിൻ്റെ എല്ലാവരും അതാണ് പറയുന്നത്. ഇതിൻ്റെ പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും ഊർജ്ജം കൂടും. നമ്മൾ അവർക്ക് ഒരു പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ എന്തിനാ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ RBI മോണിറ്ററി പോളിസി വരുന്ന ദിവസമാണ് നാളെ. ഓക്കെ, RBIയുടെ മോണിറ്ററി പോളിസി. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നാളെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25 പോയിൻ്റ് കൺഫേംഡ് ആണ്. 25 പോയിൻ്റ് കൺഫേംഡ് ആണ്. പക്ഷേങ്കിൽ 0.5 മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 0.5% കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഇന്നലത്തെ 24,892 ഇത് കവർ ചെയ്ത് മുകളിലോട്ട് പോകണം നമുക്ക് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ നാളത്തെ പ്രധാന കടമ്പ എന്ന് പറയുന്നത് 24,892 വേറെ ഒന്നും വരയ്ക്കാനില്ല. നമ്മളെന്തിനാ വരച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനാ? ഇത് തന്നെ എങ്ങനെ തന്നെ നിന്നോട്ട്, ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടോടെ കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു അല്ലേ? ഒരു ട്രെൻഡ് ലൈൻ ഇല്ലേ? ഈ ട്രെൻഡ് ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, കണ്ടോ? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിന് പ്രസക്തിയില്ല, ആ ഒരു സംഭവത്തിന് പ്രസക്തിയില്ല. ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിട്ടേക്കുക. ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമതിന് ഒരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് സപ്പോസ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് വരണം. ഇങ്ങനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ കണ്ടത് നിങ്ങളോട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സാധ്യത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ എങ്ങനെയാണ്? ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വീണ്ടും 24,600, 500 റേഞ്ചിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇന്ന് ട്രേഡ് ചെയ്തതുപോലെ തന്നെ സൂക്ഷിച്ച് കണ്ട് നമുക്ക് നമുക്കൊരു അവസരം വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പരിശീലിക്കണം. നമുക്കൊരു എൻട്രി കിട്ടുമ്പോൾ മാത്രം, സമയമില്ലാത്ത സമയത്ത് നമ്മൾ പോയി ട്രേഡ് എടുക്കാൻ പാടില്ല. നമുക്കൊരു എൻട്രി കിട്ടുമ്പോൾ മാത്രം ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പം നമുക്ക് നാളത്തെ ലെവലുകൾ പറഞ്ഞില്ല. ലെവലൊന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ലെവൽ ഞാൻ പറഞ്ഞില്ലേ? എന്താ ലെവൽ? ഈ നമ്മുടെ മെയിൻ കടമ്പ ഇതാണ്. ബാക്കി ലൈനുകളിലൂടെ കിടപ്പുണ്ട്. ഇത് മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 750 നമ്മുടെ ഈ വരച്ച ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇനി എങ്ങോട്ട് മാർക്കറ്റ് പോകുന്നു, ഈ ലൈനുകളൊക്കെ നോക്കുക. നമ്മുടെ പ്രധാന കടമ്പ 24,892 അത് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഇല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ വരുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഈ ഫോർമാറ്റ് ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ നോക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് നിഫ്റ്റിക്കകത്ത് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ്? ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരച്ച ലൈൻ വന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അവിടെ ഒരു ഹൈ നമുക്കൊരു വരയിട്ട് വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കടമ്പ 56,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 56,000 പൊട്ടി മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇവരെ നാസ്ഡാക്ക് പോസിറ്റീവിലാണ്. US ഡൗ ജോൺസ് ഒരു 150 പോയിൻ്റ് അപ്പിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഇനിയും നമ്മുടെ പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയിലും 878 വലിയൊന്നുമില്ല, 10-30 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, എനിവേ നാളെ രാവിലെ അറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരുന്നു. അപ്പം ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെയും ഒരു ചെറിയ ഒരു ഫോർമേഷൻ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ കാണിച്ച അതേ ഫോർമേഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇല്ലേ? ഇതാ നോക്കിക്കേ,
ഇങ്ങനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പോയി നേരെ വന്ന് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു പാറ്റേൺ പോലെ, കറക്റ്റ് കൺഫേം ഒന്നും അല്ല, എങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലിരിക്കുക, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അതിന് ഇനി അടുത്ത നമ്മുടെ മിഡ് ക്യാപ്പ് എന്തിനോ വേണ്ടി തിളച്ച് തലതല്ലി മാർക്കറ്റ് പറക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണ് മാർക്കറ്റ്. 13,000 ബ്രേക്ക് ചെയ്യണം, ഒന്നീ 13,000 ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സാധനം, ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ 13,000 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഓക്കെ, അതാണ് ഇത് 2 കടമ്പയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ മിഡ് ക്യാപ്പിനകത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പം എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട് മുന്നിൽ. ഓക്കെ, അപ്പം നാളെ ഇനിയും RBI മോണിറ്ററി പോളിസി വന്നു ഒരു മാർക്കറ്റ് പോസിറ്റീവിലോട്ട് പോയാലും എപ്പോഴും മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ലോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നാളത്തേക്കുള്ള സംഗ്രഹം. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഇന്ന് എനിക്ക് എന്തുമാത്രം മെസ്സേജ് വന്നെന്നറിയാമോ, എന്തുമാത്രം മെസ്സേജുകൾ, എന്തുമാത്രം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സഹകരണത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, ബാക്കിയൊക്കെ വരുന്നത് കാണാം. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.